ന്യൂ ബോൺ ബേബി ജനിച്ചിട്ട് 3 വർഷം വരെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്, ലാംഗ്വേജ് അക്വയർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഒന്നും മിണ്ടുന്നുണ്ട്, പല സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് ലാംഗ്വേജ് അല്ല. 3 വയസ്സിന് ശേഷം ഏകദേശം കൺസംഷനൊക്കെ തീരുന്ന ടൈമല്ല, ഏകദേശം സാച്ചുറേറ്റഡ് ആകുമ്പോൾ അല്ലെങ്കിൽ മനസ്സിലാവുന്ന രൂപത്തിലാവുമ്പോൾ 3-ാമത്തെ വയസ്സിൽ 3 മുതൽ 4 വരെ സംസാരിക്കാൻ തുടങ്ങും, ലാംഗ്വേജ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് പിന്നെ ലിസണിങ്ങും സ്പീക്കിങ്ങും ഒരുമിച്ചാണ് കൊണ്ടുപോകുന്നത് കുട്ടി. അപ്പോൾ 3 വയസ്സ് വരെ ലിസണിങ് മാത്രമാണ്, 4-ാമത്തെ വയസ്സിൽ സ്പീക്കിംഗ് തുടങ്ങി. അപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു എഡ്യൂക്കേഷൻ കൊടുക്കാതെ സൊസൈറ്റിയിൽ ജീവിച്ചത് കൊണ്ട് മാത്രം മദർ ടങ് ആയിട്ട് ആ ലാംഗ്വേജ് പഠിച്ചെടുത്തു. ഈ സെയിം മെത്തേഡ് വേറെ ഏത് ഡിഫിക്കൽട്ടായിട്ടുള്ള ലാംഗ്വേജിലിട്ടാലും നമുക്ക് അതേപോലെ സംസാരിക്കാനും കേൾക്കാനൊക്കെ കഴിയില്ലേ. ലിസണിങ് സ്കില്ലും സംസാരിക്കാനുള്ള സ്കില്ലും സൊസൈറ്റിയിൽ ജീവിച്ചാൽ മനസ്സിലാവും. ഓരോ വ്യക്തികളും യുണീക്കാണ്. യുണീക്കായിട്ടുള്ള തടസ്സങ്ങൾ നീക്കം ചെയ്ത് യുണീക്കായിട്ടുള്ള പാതയിലൂടെ സഞ്ചരിച്ച് യുണീക്കായിട്ടുള്ള അനുഭവങ്ങളിലൂടെ ഒരുപാട് അറിവുകൾ കരസ്ഥമാക്കുന്നവരാണ് ഓരോ മനുഷ്യരും. ഈ അനുഭവങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ളൊരു മീഡിയമാണ് ഭാഷ. ആ അറിവുകൾ ഉപയോഗിച്ച് തൻ്റെ യുണീക്കായിട്ടുള്ള എക്സ്പീരിയൻസുമായിട്ട് ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഒരു ഗോൾഡൻ വിസ്റ്റായിട്ട് അത് മാറും. ആ വിസ്റ്റം വാല്യബിൾ ആണ്. അതിന് സ്വന്തമായിട്ട് ഒരു വിലയും നമ്മൾ കൊടുക്കണില്ല എന്നുണ്ടെങ്കിലും അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്ന ആ സിറ്റുവേഷനിലാണ് അതിൻ്റെ വില നമ്മൾ തന്നെ റിയലൈസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഷെയർ ചെയ്യാനുള്ള മീഡിയമാണ് ലാംഗ്വേജ്. പുതിയ ജനറേഷനായിട്ടുള്ള യങ്ങർ ജനറേഷൻസിനും നമ്മൾ എവിടെ നിന്ന് നിർത്തിയോ അവിടെ നിന്ന് നമ്മൾ നിർത്തിയോടത്ത് വെച്ചിട്ട് ഈ സൊസൈറ്റിൻ്റെ മുന്നിലേക്ക് നയിക്കാനും ഈ നമ്മളുടെ യുണീക്കായിട്ടുള്ള വിസ്റ്റം ആവശ്യമുണ്ട്. അതിനുള്ള മീഡിയമാണ് ലാംഗ്വേജ്. ആ ലാംഗ്വേജ് പഠിക്കുന്നത് വളരെ അത്യാവശ്യവും വളരെ എഫക്റ്റീവും വളരെ യൂസ്ഫുള്ളുമാണ്. ഓക്കെ, ലാംഗ്വേജ് പഠിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലായി. ഇനി ലാംഗ്വേജ് എങ്ങനെയാണ് പഠിക്കുക? അതായത് വെർബലായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. നമുക്ക് 2 രീതിയിൽ ലാംഗ്വേജ് അക്വയർ ചെയ്യാം. ഒരു ജനങ്ങളുമായിട്ട് ഡയറക്റ്റായിട്ട് സംസാരിക്കുമ്പോൾ വെർബലി അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേട്ടിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അയാൾ പേഴ്സണലായിട്ട് റീച്ച് ചെയ്യാൻ കഴിയുന്നില്ല, അയാളുടെ അടുത്ത് പോകാൻ കഴിയുന്നില്ല, സംസാരിക്കാൻ കഴിയുന്നില്ല. നോളജുള്ള ഒരാൾ അയാളുടെ നല്ല മനസ്സുകൊണ്ട് അയാൾ വിചാരിക്കുകയാണ്, ഓക്കെ, എൻ്റെ അറിവ് എന്തായാലും യുണീക്കാണ്, ഞാൻ സഞ്ചരിച്ച പാതകളെല്ലാം യുണീക്കാണ്. ആ യുണീക്കായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പാതയിലൂടെ സഞ്ചരിച്ചപ്പോൾ കരസ്ഥമാക്കിയിട്ടുള്ള നോളജ് ഷെയർ ചെയ്താൽ ആർക്കെങ്കിലും ഉപകാരം ഉണ്ടാവും എന്ന് കരുതിയിട്ട് അത് എഴുതി വെക്കുകയാണ്. അതാണ് റൈറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. ഈ വെർബൽ കമ്മ്യൂണിക്കേഷനിലൂടെയും റിട്ടൺ കമ്മ്യൂണിക്കേഷനിലൂടെയും നമുക്ക് ലാംഗ്വേജ് കരസ്ഥമാക്കാം. അപ്പോൾ 4 ഫ്രെയിംവർക്ക് ഉണ്ട്. ഒന്ന് കേട്ടാൽ മനസ്സിലാവുക, പറയാൻ കഴിയുക. രണ്ടാമത്തെ വായിച്ചാൽ മനസ്സിലാവുക, എഴുതാൻ കഴിയുക. ഓക്കെ, ഈ 4 ഫ്രെയിംവർക്കിലൂടെയാണ് ഒരു ലാംഗ്വേജ് വർക്ക് ചെയ്യുന്നത്. ഈ ഫ്രെയിംവർക്ക് എഫക്റ്റീവായിട്ട് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് പഠിച്ചാൽ ഏത് ലാംഗ്വേജ് നമുക്ക് പുട്ടുപോലെ പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, 4 ഫ്രെയിംവർക്ക്: കേട്ടാൽ മനസ്സിലാവുക, ലിസണിങ് സ്കിൽ; പറയാൻ കഴിയുക, സ്പീക്കിംഗ് സ്കിൽ; വായിക്കാൻ കഴിയുക, എഴുതാൻ കഴിയുക. ഇപ്പോൾ ഈ 4 ഫ്രെയിംവർക്കിൻ്റെ എക്സ്പ്ലനേഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഈസിനെസ്സിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് ടേം ഞാൻ ഉപയോഗിക്കാം: ലിസണിങ്, സ്പീക്കിങ്, റീഡിങ്, റൈറ്റിങ്. അപ്പോൾ ലിസണിങ്ങും സ്പീക്കിങ്ങും ഒരു സ്പെക്ട്രമാണ്. ഈ സ്പെക്ട്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് പ്രത്യേകം എഡ്യൂക്കേഷൻ്റെ ആവശ്യമില്ല, കാരണം ഇത് സൊസൈറ്റിയിൽ നിന്ന് പഠിക്കുന്നതാണ്. അത് റിയലൈസ് ചെയ്യാൻ ഒരു എക്സാമ്പിൾ നോക്കാം. ന്യൂ ബോൺ ബേബി ജനിച്ചിട്ട് 3 വർഷം വരെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്, ലാംഗ്വേജ് അക്വയർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഒന്നും മിണ്ടുന്നുണ്ട്, പല സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് ലാംഗ്വേജ് അല്ല. 3 വയസ്സിന് ശേഷം ഏകദേശം കൺസംഷനൊക്കെ തീരുന്ന ടൈമല്ല, ഏകദേശം സാച്ചുറേറ്റഡ് ആകുമ്പോൾ അല്ലെങ്കിൽ മനസ്സിലാവുന്ന രൂപത്തിലാവുമ്പോൾ 3-ാമത്തെ വയസ്സിൽ 3 മുതൽ 4 വരെ സംസാരിക്കാൻ തുടങ്ങും, ലാംഗ്വേജ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് പിന്നെ ലിസണിങ്ങും സ്പീക്കിങ്ങും ഒരുമിച്ചാണ് കൊണ്ടുപോകുന്നത് കുട്ടി. അപ്പോൾ 3 വയസ്സ് വരെ ലിസണിങ് മാത്രമാണ്, 4-ാമത്തെ വയസ്സിൽ സ്പീക്കിംഗ് തുടങ്ങി. അപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു എഡ്യൂക്കേഷൻ കൊടുക്കാതെ സൊസൈറ്റിയിൽ ജീവിച്ചത് കൊണ്ട് മാത്രം മദർ ടങ് ആയിട്ട് ആ ലാംഗ്വേജ് പഠിച്ചെടുത്തു. ഈ സെയിം മെത്തേഡ് വേറെ ഏത് ഡിഫിക്കൽട്ടായിട്ടുള്ള ലാംഗ്വേജിലിട്ടാലും നമുക്ക് അതേപോലെ സംസാരിക്കാനും കേൾക്കാനൊക്കെ കഴിയില്ലേ. ലിസണിങ് സ്കില്ലും സംസാരിക്കാനുള്ള സ്കില്ലും സൊസൈറ്റിയിൽ ജീവിച്ചാൽ മനസ്സിലാവും. അതിന് പ്രത്യേകം എഡ്യൂക്കേഷൻ്റെ ആവശ്യമില്ല. ഏതൊരു വ്യക്തിയും ചെയ്യുന്നത് കേൾക്കുന്ന സൗണ്ടും കാണുന്ന ഇമേജും കൂടി കണക്ട് ചെയ്തിട്ട് ഈ സൗണ്ട് ഇതാണെന്ന് മനസ്സിലാക്കി അവസാനം ആ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്താൽ ആ ആശയം, ആ ഇമേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അതാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒന്നുമില്ല, ഈ ലെറ്റേഴ്സ് നമ്മൾ പഠിക്കണം, ലെറ്റേഴ്സ് കണക്ട് ചെയ്തിട്ട് വേർഡ്സ് ആക്കാൻ പഠിക്കണം, വേർഡ്സ് കണക്ട് ചെയ്ത് ഫ്രേസ് പിന്നെ സെൻറ്റൻസ് ആവും. ആ സെൻറ്റൻസ് വായിച്ചാൽ മനസ്സിലാവണം, അത്രയേ ഉള്ളൂ. വായിച്ച് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഓൾറെഡി നമുക്ക് ലാംഗ്വേജ് അറിയാം. ഈ ലെറ്റേഴ്സും വേർഡ്സും മാത്രം ഉണ്ടാക്കാൻ പഠിച്ചാൽ മതി, വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ലാംഗ്വേജ് അറിയുന്നതുകൊണ്ട് തന്നെ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ വെരി ഈസി. വായിക്കാൻ അറിയുന്നുണ്ടെങ്കിൽ പിന്നെ എഴുതാൻ വളരെ ഈസി ആയിരിക്കും. ഈ സ്പെക്ട് എടുത്ത് നോക്കിയാൽ ഇത് ലാംഗ്വേജ് അക്വയർ ചെയ്യുന്നതാണ്. ലാംഗ്വേജ് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നത്, അറിവായാലും ലാംഗ്വേജ് ആയാലും ഉള്ളിലേക്ക് എടുക്കുന്നത്. ആ ഉള്ളിലേക്ക് എടുത്തതിന് ശേഷം പിന്നെ ഈ ഒരു ഫ്രെയിംവർക്ക് ഉണ്ട്, ഏതാണ് സ്പീക്കിംഗ്, റൈറ്റിങ്. ഇത് ലാംഗ്വേജ് പുറത്തോട്ട് കൊടുക്കുന്നതാണ്, പ്രൊഡ്യൂസ് ചെയ്യണം. ലാംഗ്വേജ് ആയാലും അറിവായാലും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കണം. ഓക്കെ, ഈ
അക്വയർ ചെയ്യാതെ ഒരിക്കലും പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഒരുപാട് കേട്ടാലാണ് നമുക്ക് പറയാൻ കഴിയുക, ഒരുപാട് വായിച്ചാലാണ് എഴുതാൻ കഴിയുക. അപ്പോൾ ലിസണിങ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കേൾക്കുക, സ്പീക്കിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാം, റീഡിങ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വായിക്കുക, റൈറ്റിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് എഴുതുക. ഇതാണ് ഒരു ലാംഗ്വേജ് അക്വയർ ചെയ്യാനുള്ള ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള വേ. ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്, വളരെ എഫക്റ്റീവാണ്. ഇത് കിഡ്സിൽ അപ്ലൈ ചെയ്യാം, കിഡ്സിൻ്റെ എഡ്യൂക്കേഷനിൽ ഇത് അപ്ലൈ ചെയ്യാം. ആദ്യം തന്നെ പോയിട്ട് ഭാഷ പഠിപ്പിക്കാതെ അല്ലെങ്കിൽ വെർബൽ കമ്മ്യൂണിക്കേഷൻ പഠിപ്പിക്കാതെ നേരെ ലെറ്റേഴ്സിലേക്കും എഴുതാനും വായിക്കാനും പഠിപ്പിക്കുന്ന ഒരു എഡ്യൂക്കേഷൻ സംവിധാനമുണ്ട്. ആദ്യം കേൾക്കാനും പറയാനും പഠിക്കണം, അതിനുശേഷം മാത്രമാണ് റിട്ടൺ കമ്മ്യൂണിക്കേഷനിലേക്ക് വരേണ്ടത്. അങ്ങനെ വന്നാൽ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ വളരെ ഈസിയാവും. ഇപ്പോൾ കിഡ്സിൻ്റെ എഡ്യൂക്കേഷനിൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരാൾ സ്പോക്കൺ ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുകയാണ്, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ട്രൈ ചെയ്യാണ്. അത് ട്രൈ ചെയ്യുമ്പോൾ ഈ സെയിം മെത്തേഡ് ഉപയോഗിക്കാം, വളരെ എഫക്റ്റീവായിട്ട് പഠിക്കാൻ കഴിയും. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചതും അങ്ങനെ തന്നെ, കേൾക്കാൻ വേണ്ടി ഒരുപാട് കേട്ടു, പറയാൻ വേണ്ടി ഒരുപാട് പറഞ്ഞു, വായിക്കാൻ റീഡിങ് എബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്, സ്പീഡും കൂട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് വായിച്ചു, റൈറ്റിംഗ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് റൈറ്റ് ചെയ്തു. ഇതെങ്ങനെ എക്സാക്ട്ലി ചെയ്യാം എന്നുള്ളത് ഫ്യൂച്ചർ വീഡിയോസിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇത് അബ്സല്യൂട്ട്ലി വർക്കിംഗ് ആണ്, എഫക്റ്റീവാണ്. നമ്മൾ ടൈമും എനർജിയും എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പഠിക്കുക. ഓക്കെ, ഹാവ് എ ഗ്രേറ്റ് ഡേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അത് യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ അഭിപ്രായങ്ങളോ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. Okay, see you tomorrow.